നമ്മുടെ വട്ടവട ട്രിപ്പ് ഡേ 1ന്റെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്കി വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ മേലെ എത്തുന്നത് വരെയുള്ള വിശേഷങ്ങളായിരുന്നു. ഇനി നമുക്ക് തിരിച്ചിറങ്ങുകയും വേണ്ടേ? കയറുന്നതിനേക്കാൾ പാടാണ് ഇറങ്ങാൻ. ചാലി സെൻട്രാക്കി നിർത്തി പോണേ. എല്ലാ വണ്ടി അങ്ങനെ തന്നെ വിട്ടത്. ഞാൻ പെട്ടു എടാ ഒറ്റയ്ക്ക് കൂടെ വന്നു. അതുകൊണ്ട് ആ കല്ലിൽ കയറി വണ്ടിയൊക്കെ ഇരുന്ന് പോയി. അതുകൊണ്ട് ആ കല്ലിലെ എനിക്കാണെങ്കിൽ ഒരുത്ത പ്രാന്ത്. പോട്ടെ സെൻറ്റർ ചെയ്ത് പോ. നിശാന്ത് നോക്കിയാൽ മതി. നിശാന്ത് നോക്കി പോയാൽ മതി. ഇവിടെ കയറില്ല. അവന്റെ കൈ നോക്കിയാൽ മതി. നിശാന്ത് നോക്കിയാൽ മതി. ഡിഫിക്കൽട്ട് പാട്ട് ഇറങ്ങാൻ പോവാ അല്ലേ? അതെ, ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം സിമ്പിളാണ്. ഇവിടെ നമ്മൾ നേരത്തെ കയറിപ്പോയ അതേ സ്പോട്ട് തന്നെയാണ്. ഇപ്പോൾ ഇറങ്ങിപ്പോവാൻ നേരത്ത് എല്ലാത്തിൻ്റെ ബാക്കിലെ അതെ എന്തായാലും ഒരു ടയർ എന്തായാലും എയറിലാവും. അപ്പോൾ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ വണ്ടി കല്ലൊക്കെ മാറ്റിയിടുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ജിപ്സി എങ്ങനെ പോകും. അതെ, എങ്ങനെ പോകും നോക്കാം. റൈറ്റ് റൈറ്റ് റൈറ്റ്. ആ കാലോട് കാലോട്.
അവിടെ കയറും ചേട്ടാ, അവിടെ കയറുമ്പോഴേ അതിന്റെ കൂടെ അങ്ങ് പോരുന്നു. കൈ നിങ്ങൾ സൂക്ഷിക്കുക. തിരിച്ച് പതുക്കെ ഇറങ്ങണം, പതുക്കെ അത്രയും പിടിക്കാം. ഇറങ്ങി തിരിച്ചു പിടിച്ചോ. വാ വാ ഇങ്ങോട്ട് വിളിക്കണേ. പതുക്കെ എടുത്തോ റൈറ്റ് പിടിച്ചിറങ്ങണം. റൈറ്റ് എടാ നീ കൂടി പിടിച്ചോ. ടയർ സ്റ്റക്കായി പോയി ചേട്ടാ. ഇവിടുത്തെ ടയർ നോക്കേട്ടാ. കൂടെ കാല് കൊടുക്കണം. കയറി വാ. എടുത്തോ റൈറ്റ് പിടിച്ചോ. ഫുള്ള് റൈറ്റ് പിടിച്ചെടുത്തോ. പതുക്കെ എടുത്താൽ മതി, കുഴപ്പമില്ല. വാ കയറി ആ വാ.
കേട്ട് 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 സുശാന്തേ അത് കുത്തി ഇറക്ക്. ചേട്ടാ ഡിസ് റൈറ്റ് 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 ഇറങ്ങിപ്പോ റൈറ്റ്. നമ്മളെ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ആ ലാസ്റ്റ് ഒബ്സ്റ്റക്കിളും കഴിഞ്ഞു. നമ്മൾ കേറുമ്പോലെ തന്നെ ഡിഫിക്കൽട്ട് ആണ് ഇറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ് ഇറങ്ങുമ്പോൾ. കാര്യം വണ്ടി മറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതും ഇങ്ങനെ ഒരു വീലിലേക്ക് സർക്കസ് ഒക്കെ കളിക്കും അങ്ങനെ. അപ്പൊ കേറി കിട്ടുമ്പോ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അടുത്ത് ഇറങ്ങുമ്പോ അടുത്ത് വേറൊരു ടെൻഷനാണ്. ഇറങ്ങി താഴെ എത്തുന്നത് നമ്മള് ഫൈനൽ സ്ഥലത്ത് എത്തിയില്ല, തിരിച്ചെത്തിയിട്ടില്ല. പക്ഷെ നമ്മള് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എല്ലാം കഴിഞ്ഞു. ആയിട്ടേ ഉള്ളൂ, അല്ലാതെ വേറെ ഒബ്സ്റ്റക്കിൾ ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇതുവഴി പോകണം, ഓടിച്ചു പോകണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് ഡേ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരുന്നു അല്ലേ? നല്ല ഡേ ആയിരുന്നു, അത്യാവശ്യം പ്രൊഡക്റ്റീവ് ആയിരുന്നു. കുറെ നാളിന് ശേഷമാണ് ഇച്ചിരി നല്ലൊരു ഓഫ് റോഡ് എടുക്കുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാ വണ്ടിക്കും അത്യാവശ്യം ടാസ്ക് ആയിരുന്നു. കുറെ വണ്ടികളിലും വീലിലും പിന്നെ ബമ്പർ, നമ്പർ പ്ലേറ്റ് അങ്ങനെ തുടങ്ങിയ പൊതുവെ നമ്മൾ പോകുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്ന കുറച്ച് അല്ലടച്ചില്ല പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ ഗാർഡ് വെച്ചിട്ടില്ലാത്തവരുടെയൊക്കെ താഴേക്ക് അങ്ങനെയൊക്കെ ഗാർഡ് വെച്ചിട്ട് വരുന്നതായിരിക്കും എപ്പോഴും കുറച്ചും കൂടി സേഫ്. എന്തായാലും ഈ പാറയിലും അവിടെ എവിടെയൊക്കെ ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പം ഇതൊക്കെ അടിക്കും. നമ്മുടെ ഈ ചലഞ്ചിങ് പാട്ടെല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഡീവിയേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ജിപ്സിയുടെ ടേണിംഗ് റേഡിയസ് കൂടുതലായതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് അതൊരു ഷാർപ്പ് ടേൺ ആണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വളച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മറ്റു വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പവർ സ്റ്റിയറിംഗ് അല്ലല്ലോ. എനിവേ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കയറി ആ റൂട്ടിലേക്ക് കയറി. ഇനി ഈ റൂട്ടിൽ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഉണ്ടാവാൻ വളരെ ചാൻസ് കുറവാണ്. കാര്യം നമ്മൾ തിരിച്ചടങ്ങുവാണ്. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റബിളി അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഈസി ആവാനാണ് ചാൻസ്. കാര്യം എല്ലാവരും നല്ല ടയേർഡാണ്. അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡിങ് ആണ് ഇന്ന് കഴിഞ്ഞത്. പക്ഷേ മറ്റേ റൂട്ട് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒരാവശ്യം ഇല്ലാണ്ട് ഇതുവഴി വരേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നന്ദു പറഞ്ഞു അല്ലേ എന്നെ ഇവിടെ കുറച്ച് ടാസ്ക് കൊണ്ട് ഇറങ്ങാൻ. ഇടിച്ചിടിച്ച് ബ്രേക്ക് ചവിട്ടാണ്ട് ഇറങ്ങാനാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിനൊരു അവസാനം ഇല്ലാത്ത രീതിയിലാണ് ഓർമ്മ വരുന്നവരെ. കാന്തല്ലൂരിൽ നമ്മൾ ഇറങ്ങിയില്ലേ? സെക്കൻഡ് ഡേ ആണോ ഫസ്റ്റ് ഡേ ആണോ എന്ന് എനിക്കറിയില്ല. ആ ഫസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു. അവിടെ കുറച്ച് ആ ജിമ്മിനി പോകുന്നത് ചാടിയാണ്. അതുപോലെ നോക്കി പോണേ. ഫോണിൽ എത്ര കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വന്നാൽ വെറുതെ ആവില്ല. നേരത്തെ അറിഞ്ഞൂന്ന് തോന്നുന്നു. ചുമ്മാ അല്ല, നേരത്തെ അറിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഞാൻ എങ്ങനെ അറിയാൻ? എന്താ ഒരു കള്ളത്തരം. ഒരു കള്ളത്തരം.
ഡാഷ് ക്യാം വെക്കേണ്ട സ്ഥലമായിരുന്നു. നമ്മളപ്പോ ഡേയിലുള്ള ഓഫ് റോഡ് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ചു. ഇപ്പൊ 5:45 എന്തോ ആയി നമ്മള് ലഞ്ച് കഴിച്ചപ്പോ. ഇങ്ങനെയൊക്കെയാണ് അല്ലേ? അതെ, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു വേറൊരു പാട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെ വേറൊരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇപ്പൊ 7 മണി ആയി കാണും അല്ലേ? അതെ, മലയുടെ മണ്ടയിലെന്നാണ് പറഞ്ഞത്. അവിടെ നല്ല ഭംഗിയാണെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞു. അതെ, അവിടെ നല്ല കാറ്റുണ്ട്, നല്ല രസമാണെന്നൊക്കെ നല്ല ആംബിയൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മള് സത്യത്തിൽ നല്ല ടയേർഡാണ്. പിന്നെ ഇതുവരെ വന്നിട്ട് ആ ഒരു സ്പോട്ട് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഇനിയിപ്പൊ ചിലപ്പോ നമ്മൾ വരുന്നുണ്ടായിരിക്കില്ല, അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കിട്ട് വരാം. അങ്ങനെ നമ്മുടെ Day 1 വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. Day 2മായി ഉടനെ എത്താം. If you guys like this video, please do like, share and subscribe. Thank you.